ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ എത്തിച്ചേർന്ന യുവ അഭിഭാഷക സഹോദരന്മാരെ, ശ്രദ്ധേയ ദത്തോപന്ത് തേങ്കടിജിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മുഴുവൻ പ്രസ്ഥാനങ്ങൾക്ക് ഒരു സൈദ്ധാന്തികമായിട്ടുള്ള അടിത്തറ നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തകളേറെ പ്രസക്തമാകുന്നത് നമ്മുടെ ഈ 2 ദിവസത്തെ ശിബിരത്തിൻ്റെ ഒരു മുഖ്യ വിഷയമായ സുരക്ഷിത ഭാരതം എന്നുള്ള വിഷയമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഇന്ന് ഭാരതത്തിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള മേഖലയിൽ അതിശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഇടതുപക്ഷ ചിന്തകൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെല്ലായിടത്തും ഏതാണ്ട് അപ്രത്യക്ഷമായി. ഭാരതത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. കേരളത്തിലും പിന്നെ മറ്റ് ചിലയിടങ്ങളിൽ ചില തുരുത്തുകളിലും മാത്രം ഇന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. പക്ഷേ ബൗദ്ധിക മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം ഇന്നും ശക്തമായിട്ട് നിൽക്കുന്നു. അതാണ് ഈ അടുത്ത കാലത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുന്ന അക്കാഡമിക് രംഗത്തും മാധ്യമങ്ങളുടെ ഇടയിലും ബുദ്ധിജീവികൾക്കിടയിലും സാഹിത്യകാരന്മാരുടെ ഇടയിൽ കലാകാരന്മാരുടെ ഇടയിലൊക്കെ ഇന്നും ഒരു ഇടതുപക്ഷ ചിന്തകൾ ഇന്ന് ശക്തമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു വെല്ലുവിളിയാണ്. ഇത് വളരെ മുൻകൂട്ടി കണ്ടിട്ടുള്ള ഒരാളാണ് ദത്തോപന്ത് തേങ്കടിജി. അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ കൂടുതലും മാർക്സിസത്തെ ഒരു പ്രതിശാസ്ത്രം എന്ന നിലയിൽ എങ്ങനെയാണ് ദത്തോപന്ത് തേങ്കടിജി നോക്കിക്കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ കാറൽ മാർക്സും ദത്തോപന്ത് തേങ്കടിജിയും എന്നുള്ള വിഷയം ഒരു താരതമ്യ പഠനത്തിലൂടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ദത്തോപന്ത്ജിയുടെ ജീവിതം, ചിന്തകളെന്ന് പറയുന്നത് അത് ഒരു സമുദ്രം പോലെ കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് മുഴുവൻ പറയാനുള്ള സമയത്തിൻ്റെ കുറവുകൊണ്ട് ഈ ഒരു പ്രത്യേകമായിട്ടുള്ള വിഷയം, ഇന്നത്തെ കാലിക പ്രസക്തിയുള്ള കാറൽ മാർക്സിസത്തെ എങ്ങനെ അദ്ദേഹം കണ്ടു എന്നുള്ളതാണ്. ഈ പ്രത്യയശാസ്ത്രത്തെ പരമായി നോക്കുകയാണെങ്കിൽ ഇന്ന് ഏതാണ്ട് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ കുറവ് കാലം കമ്മ്യൂണിസം ലോകത്തിന് മുഴുവൻ ഒരു പ്രതീക്ഷ നൽകി നിലനിന്നിരുന്നു. കമ്മ്യൂണിസത്തിൻ്റെ ഒക്ടോബർ വിപ്ലവം നടന്ന ഉടൻ തന്നെ ലോകത്തെ യുവജനങ്ങൾക്കിടയിൽ വലിയൊരു ഫാഷൻ പോലെ അതിൻ്റെ ആശയങ്ങൾ ഇങ്ങനെ പടർന്നു. ഭൗതികവാദം, ഡയലക്റ്റിസം, ഇതുപോലുള്ള ഹിസ്റ്റോറിക്കൽ ഡിറ്റർമിനിസം, ഇതുപോലുള്ള ആശയങ്ങളൊക്കെ പലരും അതിൽ വിശ്വസിച്ച് നിന്നു. വസന്തത്തിൻ്റെ ഇടിമുടക്കം എന്നൊക്കെയായിരുന്നു അന്ന് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നത്. പക്ഷേ ഒരു നൂറ്റാണ്ട് പോലും തികയ്ക്കാതെ കമ്മ്യൂണിസത്തിന് ലോകത്തു നിന്നും അപ്രത്യക്ഷമാകേണ്ടി വന്നു. ഇതും നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. അതിനുശേഷം ഇന്ന് ഒരു ഡീഫാൾട്ട് പാരഡൈം എന്നുള്ളതിലേക്ക്, അല്ലെങ്കിൽ ഡീഫാൾട്ട് റിലീജിയൻ എന്നുള്ളതിലേക്ക് ഇന്ന് മുതലാളിത്തം ലോകത്തെ മുഴുവൻ കീഴടക്കി നിൽക്കുകയാണ്. ആ മുതലാളിത്തവും ഏറെക്കുറെ ഒരു പ്രതിസന്ധിയിലാണ്. 2008 ആഗോള ധനകാര്യ പ്രതിസന്ധി വന്ന സമയത്ത് പല മുതലാളിത്തത്തിൻ്റെ വക്താക്കൾ തന്നെ വിശേഷിപ്പിച്ചത് ഇറ്റ് ഈസ് എ ഡിമൈസ് ഓഫ് ക്യാപിറ്റലിസം എന്നാണ്. ക്യാപിറ്റലിസം മരിച്ചു എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ഈ 2 പ്രത്യയശാസ്ത്രങ്ങളും ലോകത്തിൻ്റെ ഭാവിക്ക് ഉതകുന്നതല്ല എന്ന് പറയുമ്പോൾ പകരം മറ്റൊരു വഴി, ഒരു തേർഡ് ഓൾട്ടർനേറ്റ്, അതാണ് ശ്രദ്ധേയ ദത്തോപന്ത് തേങ്കടിജി നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ മാർക്സിസത്തെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ചട്ടക്കൂട് എങ്ങനെയായിരിക്കണം, രാഷ്ട്ര സമൂഹത്തിൽ ഒരു മാറ്റം, സമ്പൂർണ്ണമായിട്ടുള്ള പരിവർത്തനം വരുത്താനുള്ള ആ ചട്ടക്കൂട് അതെങ്ങനെയായിരിക്കണം എന്ന് പഠിക്കാൻ ഏറ്റവും നല്ലത് മാർക്സിസത്തെ അദ്ദേഹം വിശകലനം ചെയ്ത രീതി പഠിക്കുകയാണ്. ദത്തോപന്ത്ജി ജീവിതം മുഴുവൻ സമാജത്തിന് വേണ്ടി തപസ്യ അനുഷ്ഠിച്ച ആളാണ്. വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം സമാജത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ വരുമ്പോൾ ആ തപസ്യയുടെ ഫലമായിട്ട് അദ്ദേഹത്തിനൊരു ക്രാന്തദർശിയുടെ സ്വഭാവം ഉണ്ടാവും. കാറൽ മാർക്സും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പല പ്രവചനങ്ങളും നടത്തി. അദ്ദേഹം പറഞ്ഞു ലോകത്ത്
വ്യവസായവൽകൃത രാജ്യങ്ങളിലാണ് വിപ്ലവം നടക്കുകയും സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ ഉണ്ടാകുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഒരു വ്യവസായവൽകൃത രാജ്യത്തും ഈ സോഷ്യലിസമോ കമ്മ്യൂണിസമോ ഉണ്ടായില്ല. അദ്ദേഹം പേരെടുത്ത് 2-3 രാജ്യങ്ങളുടെ പേര്, ജർമ്മനി, ഫ്രാൻസ്, അമേരിക്ക, ഈ രാജ്യങ്ങളിലാണ് ആദ്യം കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉണ്ടാകുക എന്ന് അദ്ദേഹം പ്രവചിക്കുകയുണ്ടായി. പക്ഷെ അത് സംഭവിച്ചില്ല. മറിച്ച് വളരെ പിന്നോക്കം നിൽക്കുന്ന ട്രേഡ് യൂണിയൻ തീരെ ശക്തമല്ലാത്ത രാജ്യങ്ങളിലാണ് കമ്മ്യൂണിസം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ നിലവിൽ വന്നത്. കമ്മ്യൂണിസം ലോകത്ത് എവിടെയും നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെല്ലാം തെറ്റിപ്പോയി. എന്നാൽ ദത്തോപന്ത് ഠേംഗഡിജി 1980കളിൽ ഒരു 10 വർഷത്തിനുള്ളിൽ കമ്മ്യൂണിസം ലോകത്തു നിന്ന് അപ്രത്യക്ഷമാകും, അതില്ലാതാകും എന്ന് അദ്ദേഹം പ്രവചിക്കുകയുണ്ടായി. ഏതാണ്ട് 10 വർഷത്തിനുള്ളിൽ തന്നെ 80കളുടെ അവസാനം 90കളുടെ ആദ്യത്തിൽ തന്നെ ഗോർബച്ചേവിൻ്റെ ഗ്ലാസ്നോത്ത് പെരിസ്ട്രോയിക്ക പോലുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി, പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് അത് ലോകത്ത് മുഴുവൻ എല്ലായിടത്തും അപ്രത്യക്ഷമായി. അതുപോലെ തന്നെ 90കളിൽ അദ്ദേഹം വീണ്ടും പ്രവചിച്ചു. അദ്ദേഹം പറഞ്ഞു ക്യാപിറ്റലിസവും അതും ലോകത്തു നിന്ന് അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. ആകെ അതിൻ്റെ ഡിമൈസിസ് ഡിലേഡ് എന്നാണ് പറഞ്ഞത്. അത് അതിൻ്റെ അവസാനം, അന്ത്യം അതിങ്ങനെ നീണ്ടു പോവുകയാണ്. പല കാരണങ്ങളുണ്ട്. ക്യാപിറ്റലിസത്തിനൊരു സ്വഭാവമുണ്ട്. ക്യാപിറ്റലിസത്തിന് പ്രതിസന്ധിയിൽ അകപ്പെടുന്ന സമയത്തൊക്കെ അതിന് സ്വയം അതിൽ ചില പരിഹാരങ്ങൾ കണ്ടെത്തി വീണ്ടും മുന്നോട്ട് പോകാനുള്ളൊരു കഴിവുള്ളതുകൊണ്ട് അതങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അതിൻ്റെ അവസാനം അത് നിശ്ചിതമാണ് എന്ന് ദത്തോപന്ത് പറഞ്ഞു. ഇങ്ങനെ കമ്മ്യൂണിസത്തെക്കുറിച്ചും ക്യാപിറ്റലിസത്തെക്കുറിച്ചും മുൻകൂട്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവചനം ഏതാണ്ട് കൃത്യമായ കാലഘട്ടത്തിനുള്ളിൽ തന്നെ നടന്നു. ഇതിന് കാരണം ഈ മുതലാളിത്തത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള പഠനം അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടാണ്. കമ്മ്യൂണിസത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ചിന്തകൾ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലയ്ക്കാണ്. ദത്തോപന്ത് അതിനെ നോക്കിക്കാണുന്നത് അത് കേവലം സാമ്പത്തികം മാത്രമല്ല, അതൊരു മോറൽ പ്രിൻസിപ്പിൾസ് കൂടി മുന്നോട്ട് വെച്ചിരുന്നു. മോറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഭൗതികവാദത്തിൻ്റെ മൂല്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു പ്രിൻസിപ്പിൾസ്. അദ്ദേഹത്തിൻ്റെ കാറൽ മാർക്സിൻ്റെ ഫിലോസഫിക്കൽ ആൻഡ് എക്കണോമിക്കൽ മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ 1844 ഒരു കൃതിയുണ്ട്. അതിൽ മുഴുവൻ തത്വശാസ്ത്രമാണ്, മൊറാലിറ്റിയാണ് അതിനകത്ത് വരുന്നത്. ഒരു തരത്തിലുള്ള ഭൗതിക മൂല്യങ്ങൾ അതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ കാറൽ മാർക്സിന് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കാഴ്ചവെക്കുന്ന സമയത്ത് പറ്റിയ ഒരു പ്രകടമായ തെറ്റ്, കാറൽ മാർക്സ് ഇരുന്ന കാലഘട്ടത്തിലെ ശാസ്ത്രത്തിൻ്റെ വളർച്ച, അതിനെ അവസാനമായിട്ട് അദ്ദേഹം കണ്ടു. അതിനുശേഷം അതാണ് അവസാന വാക്ക്, ശാസ്ത്രത്തിൻ്റെ അവസാന സ്ഥിതിവിശേഷം അതാണ്, അതിനുശേഷം മുന്നോട്ട് പോകില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ചിന്തിച്ചു. അന്ന് ന്യൂട്ടോണിയൻ ഫിസിക്സ് ലോകത്തിൻ്റെ ശാസ്ത്ര ചിന്തയെ അടക്കി വാണിരുന്ന സമയമാണ്. അപ്പോൾ ആ ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികവാദ ചിന്തകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. അപ്പോൾ പദാർത്ഥമാണ് ആത്യന്തികമായിട്ടുള്ള വസ്തു എന്നുള്ള ചിന്തയിലാണ് പോയത്. പക്ഷേ ന്യൂട്ടോണിയൻ ഫിസിക്സ് പിന്നെയും കടന്നുപോയി ഐൻസ്റ്റീനിൻ്റെ കാലത്തേക്ക് വന്നു. അവിടെ വന്നപ്പോൾ പദാർത്ഥത്തെ ഊർജ്ജമായിട്ട് മാറ്റാം എന്ന് വന്നതോടുകൂടി പദാർത്ഥവും ഊർജ്ജവും അത് രണ്ടും അങ്ങോട്ടും ഇൻ്റർചേഞ്ചബിളാണ് എന്നുള്ളൊരു സ്ഥിതിയിൽ E=mc² എന്നുള്ള ഇതൊക്കെ വന്നതോടുകൂടി ആ പദാർത്ഥത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ മാറ്റം വന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും അത് മുന്നോട്ട് പോയി, ശാസ്ത്രം മുന്നോട്ട് പോയി. ശാസ്ത്രം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദത്തോപന്ത് ഠേംഗഡിജി പറഞ്ഞു, ന്യൂട്ടൻ്റെ തലത്തിലോ ഐൻസ്റ്റീൻ്റെ തലത്തിലോ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല, അതിനപ്പുറത്തേക്കുള്ള മുന്നോട്ട് പോകുന്ന ഒന്നാണ് ശാസ്ത്രം എന്ന് പറയേണ്ടത്. ഇതുപോലെ തന്നെ കാറൽ മാർക്സ് മുന്നോട്ട് വെച്ച മറ്റൊന്നാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം. അതിനുള്ളൊരു മൗലികമായിട്ടുള്ള തെറ്റ്, അതിനൊരു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം അത് അദ്ദേഹം രൂപപ്പെടുത്തിയെടുക്കുന്ന സമയത്ത് യൂറോപ്പിൻ്റെ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണത് രൂപീകരിച്ചത്. അതുകൊണ്ട് യൂറോപ്പിൻ്റെ ചരിത്രത്തിന് പുറത്ത് ഒരു രാജ്യത്തും ഈ പ്രത്യയശാസ്ത്രം അപ്ലൈ ചെയ്യാൻ പറ്റാതെ വന്നു. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ഇതിലേക്ക് വന്ന സമയത്ത് ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഈ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ഹിസ്റ്ററിയിലെ നിശ്ചിതമായിട്ടുള്ള കാലഘട്ടങ്ങൾ അതൊരിക്കലും ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല.
ഇപ്പോൾ ഒരു സ്ലേവറി എന്ന പീരീഡോ അല്ലെങ്കിൽ ഫ്യൂഡലിസം എന്ന് പറയുന്ന കാലഘട്ടമോ അത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മുടെ രാജ്യത്തെ മിക്കവാറും എല്ലാ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരെയും കുഴക്കിയിട്ടുള്ളൊരു വലിയൊരു പ്രശ്നമാണ്. കാറൽ മാർക്സ് പറഞ്ഞ സ്ലേവറി അല്ലെങ്കിൽ ഫ്യൂഡലിസം അത് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയും കണ്ടെത്താൻ പറ്റിയില്ല. ഡാങ്കെ പറഞ്ഞത് മുഗൾ പീരീഡ് വന്ന സമയത്താണ് ഈ സെമീന്ദാരി സിസ്റ്റമൊക്കെ വന്നതോടുകൂടിയിട്ടാണ് ഈ ഫ്യൂഡലിസത്തിൻ്റെ സ്വരൂപങ്ങൾ ഭാരതത്തിലേക്ക് കടന്നു വന്നത്. അതിനു മുമ്പ് അങ്ങനെ ഒരു സംഗതിയെ ഭാരതത്തിലുണ്ടായിരുന്നില്ല. അപ്പം മുഗൾ ഇസ്ലാമിക ആക്രമണത്തിന് ശേഷമാണ് ഇതൊക്കെ വരുന്നത്. അതിനു മുമ്പുള്ള ഭാരതത്തിൻ്റെ ചരിത്രം തികച്ചും വ്യത്യസ്തമാണ്. ഇതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ പാശ്ചാത്യമായിട്ടുള്ള പല ആശയങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇപ്പോൾ പാശ്ചാത്യ രംഗത്ത് സമൂഹത്തിലെ ഒരു വ്യവസ്ഥ മറ്റൊരു വ്യവസ്ഥയുമായിട്ട് എന്നും നിരന്തരമായിട്ടുള്ള ഏറ്റുമുട്ടലുകളാണ്. കാറൽ മാർക്സ് പോലും അതിന് ഡയലക്റ്റിക്സ് എന്ന് പറഞ്ഞു. ആ ഡയലക്റ്റിക്കൽ ഫിനോമിനൽ കൂടി മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ അത് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഈ യൂറോപ്യൻ ചരിത്രത്തിൽ എന്നും മതങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഭാരതത്തിൽ ഇസ്ലാമിക കാലഘട്ടത്തിന് മുമ്പ് മതപരമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലും എവിടെയും കാണാൻ സാധിച്ചില്ല. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാ വശങ്ങളും വളരെ കൂലങ്കഷമായി പരിശോധിച്ചതിന് ശേഷം പോലും ഒരു ഉദാഹരണം പോലും ഇവർ കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം ഒടുവിൽ അവർ കണ്ടെത്തിയത് ഭാരതത്തിൻ്റെ ഇസ്ലാമിക ചരിത്രത്തിന് മുമ്പുള്ള ചരിത്രത്തിൽ മുഴുവൻ ആകെ കണ്ടിട്ടുള്ള ഒരു സംഘർഷം കണ്ടെത്തുന്നത് തമിഴ്നാട്ടിലെ പെരിയ പുരാണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൃതിയിലാണ്. ആ കൃതിയിൽ ഒരു ശൈവനായിട്ടുള്ള രാജാവ് ഒരു വൈഷ്ണവ ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം വലിയൊരു പ്രതിമ, വിഷ്ണുവിൻ്റെ പ്രതിമ ഉണ്ടാക്കി അവിടെ ക്ഷേത്രം പണിയാൻ ശ്രമിച്ചു. അയാളെ അതിൽ നിന്ന് നിരോധിച്ചു. പക്ഷേ എന്നിട്ടും അദ്ദേഹം മുന്നോട്ട് പോയി ഒടുവിൽ അയാളെയും ആ പ്രതിമയും എടുത്ത് കടലിലേക്ക് ഇട്ടു. ഇങ്ങനൊരു സംഭവം പെരിയ പുരാണത്തിൽ പറയുന്നുണ്ട്. ഇത് മാത്രമാണ്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് കമലഹാസൻ ദശാവതാരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഇറക്കിയത്. അപ്പോൾ ഇത് മാത്രമാണ് ഒരു ഇത്. അപ്പോൾ യൂറോപ്യൻ ചരിത്രം എന്നുള്ളത് ഒരു കാരണവശാലും നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രവുമായിട്ട് താരതമ്യപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് യൂറോപ്യൻ ചരിത്രത്തിനെ ആസ്പദമാക്കി ഉണ്ടാക്കിയെടുത്ത ഒരു ചരിത്ര ദർശനം അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യൻ ചരിത്രത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. പിന്നീട് എന്ത് അവർ ചെയ്തു? കാറൽ മാർക്സ് പോലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഏഷ്യൻ ചരിത്രം പഠിച്ചപ്പോൾ, ഏഷ്യയിലെ ഉൽപാദന പ്രക്രിയയെക്കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏഷ്യയിലൊരു വിചിത്രമായിട്ടുള്ളൊരു രീതിയാണ്. ഇവിടെ ഒരു ഏഷ്യൻ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അത് വ്യത്യസ്തമാണ്. അതിന് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ദത്തോപഞ്ചി സൂചിപ്പിച്ചുകൊണ്ട് ഈ കാറൽ മാർക്സിൻ്റെ ചിന്തകളുടെ മൗലികമായിട്ടുള്ള ഫ്ലോസ്, തകരാറുകൾ, അതാണ് ഇത് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് എന്ന് അദ്ദേഹം പറയണ്ടായി. പിന്നെ മറ്റൊന്നുള്ളത്, ദത്തോപഞ്ചി എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിരുന്ന സംഗതി, ഈ ഇസം എന്ന് പറയുന്നത് അതൊരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ സവിശേഷതയാണ്. ഓരോ ആളുകളും അവനവൻ്റെ ചിന്ത അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുക ഈ ചിന്തയാണ് ലോകത്തെ അവസാനത്തെ വാക്ക്, ഇതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യമല്ല. അങ്ങനെ അടഞ്ഞ ഒരു അധ്യായം പോലെ, ഒരു അടഞ്ഞ ഒരു ചട്ടക്കൂട് പോലെ, അതിനാണ് ഇസം എന്ന് പറയുന്നത്. അങ്ങനെയാണ് എല്ലാ പാശ്ചാത്യ ചിന്തകളെയും ഇസം എന്നുള്ള വാക്കിൽ പറയും. കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, അങ്ങനെ എല്ലാം ഒരു ഇസം എന്ന് പറയും. ഇസം എന്ന് പറഞ്ഞാൽ ഒരു മതം പോലെ ഒരു ചട്ടക്കൂട്. അതിൻ്റെ അപ്പുറത്തേക്ക്, അതിൻ്റെ പുറത്തേക്ക് പോയാൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്ഥിതിയിൽ നിന്ന് മാറണം. ആ ഒരു സംഗതി ഭാരതത്തിൻ്റെ ചിന്തകൾക്ക് അതീതമാണ്. ആ ഭാരതത്തെ ചിന്തകളുമായിട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റാതാണ്. നമ്മുടെ തുറന്ന ഇതാണ്. ഇപ്പോൾ ഭഗവത്ഗീത നമ്മൾ പറയും, അതൊരു ഭഗവത്ഗീത ഒരു ഇസമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ സാധ്യമല്ല. കാരണം ഭഗവത്ഗീത പറഞ്ഞ് അവസാനം എന്താ പറയുന്നത്? യഥേച്ഛസി തഥാഗുരു എന്ന് പറഞ്ഞു. ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി നിനക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ അത് ചെയ്തോളൂ എന്നുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട്, അങ്ങനെ ആ ഇസം എന്നുള്ള ചട്ടക്കൂടിനെ തകർത്തുകൊണ്ടാണ് ഭഗവത്ഗീത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇസം എന്നുള്ള സങ്കല്പം അത് നമ്മുടെ ഭാരതത്തിൻ്റെ ഇതുമായിട്ട് വരുന്നില്ല. ദത്തോപഞ്ചി പറയുന്ന ഒരു ഉദാഹരണം, 1967 ഒരു ഒന്നാം ദേശീയ തൊഴിൽ കമ്മീഷന് ഭാരതീയ വസ്തുസംഘം ഒരു മെമ്മോറാണ്ടം നൽകി. ആ മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന സമയത്ത് ഭാരതത്തിലെ മിക്കവാറും എല്ലാ ഭാരതീയ വസ്തുസംഘവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് വളരെ സമഗ്രമായിട്ടുള്ള ഒരു മെമ്മോറാണ്ടമാണ് തയ്യാറാക്കിയത്. പക്ഷേ അതിനെക്കുറിച്ച് പറഞ്ഞു, അത് 67 കാലഘട്ടത്തിൽ അത് പ്രസക്തമാണ്. 92-95 കാലഘട്ടത്തിൽ
അതിൽ നിന്ന് വളരെയധികം തൊഴിൽ മേഖലയും സാമ്പത്തിക മേഖലയും ഭാരതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ വീണ്ടും നമ്മൾ ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ശരിയല്ല. അതിനെ പരിഷ്കരിച്ച പതിപ്പ് വേണം നമ്മൾ കൊണ്ടുവരാൻ എന്നാണ് ഈസത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത്. ഇതുപോലെ സോഷ്യലിസത്തെക്കുറിച്ച് പറഞ്ഞു. സോഷ്യലിസം ഏതാണ്ട് ഒരു 3-4 നൂറ്റാണ്ടുകളായി യൂറോപ്പിലെയും ലോക ചിന്തയൊക്കെ വളരെ സ്വാധീനിച്ച ഒരു വാക്കാണ്. പക്ഷേ സോഷ്യലിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? ആ സോഷ്യലിസത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളും അയാളുടെ സ്വന്തമായിട്ടുള്ള സോഷ്യലിസം ഉണ്ടാക്കി കൊണ്ടുവന്നു. എൻ്റെ സോഷ്യലിസം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട്. ഭാരതത്തിൽ തന്നെ നിരവധി സോഷ്യലിസ്റ്റുകളുണ്ട്. സ്വാമി വിവേകാനന്ദൻ പോലും പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം അന്ന് സോഷ്യലിസത്തിൻ്റെ വലിയൊരു ആചാര്യനായിരുന്ന ക്രൊബോത്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതനെ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടു. കാരണം സ്വാമി വിവേകാനന്ദൻ യുവാവായിരുന്നു. ആ കാലഘട്ടത്തിൽ യുവാക്കളെ ആകർഷിച്ചൊരു വാക്കാണ് സമത്വസുന്ദരമായിട്ടുള്ള ലോകം എന്നുള്ള ഒരു ആശയം പ്രകടിപ്പിക്കുന്നത് സോഷ്യലിസം. അങ്ങനെ ക്രൊബോത്കിനുമായിട്ട് വിവേകാനന്ദൻ ചർച്ച ചെയ്യുന്നുണ്ട് സോഷ്യലിസത്തെക്കുറിച്ച്. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് ഞാനും ഒരു സോഷ്യലിസ്റ്റാണ്. പക്ഷേ ആ സോഷ്യലിസത്തിൻ്റെ പരിമിതികൾ വരച്ചു കാട്ടിക്കൊണ്ടാണ് സോഷ്യലിസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ ഈ ആശയം കടമെടുത്തുകൊണ്ടാണ് മഹാത്മാഗാന്ധിജിയും അദ്ദേഹം ഞാനൊരു സോഷ്യലിസ്റ്റാണെന്ന് ഡിക്ലെയർ ചെയ്തു. പക്ഷേ ആ സോഷ്യലിസത്തിൻ്റെയും പരിമിതികൾ അതിൻ്റെ ചില കണ്ടീഷണാലിറ്റീസ് വെച്ചുകൊണ്ട് ആണ് ഗാന്ധിജിയും പറയുന്നുണ്ട്. ഭാരതത്തിലെ ഓരോ ആളും ജയപ്രകാശൻ അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യലിസം പറഞ്ഞു. അതുപോലെ തന്നെ ലോഹിയ അദ്ദേഹത്തിൻ്റെ സോഷ്യലിസം പറഞ്ഞു. അങ്ങനെ ഭാരതത്തിലെ ഓരോ ആൾക്കാരും അവനവൻ്റെ ചില ചിന്താപദ്ധതി വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് സോഷ്യലിസത്തെ കുറിച്ച് പറഞ്ഞു. ഇത് ലോകത്തെ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ നാസി മൂവ്മെൻറ്റ് തുടങ്ങിയ സമയത്തും അതൊരു നാഷണലിസ്റ്റ് സോഷ്യലിസം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലെ എല്ലാ ആൾക്കാരും സോഷ്യലിസം എന്നുള്ള വാക്ക് കൂട്ടിച്ചേർക്കുന്നതോടുകൂടി യുവാക്കളെ പെട്ടെന്ന് ആകർഷിക്കാൻ സാധിക്കും എന്നുള്ളൊരു ചിന്തയിൽ ആ ഒരു സോഷ്യലിസത്തിൻ്റെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സോഷ്യലിസത്തിൻ്റെ ഈ രൂപഭേദങ്ങളെക്കുറിച്ച് ദത്തോപുഞ്ചി ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നീട് കാറൽ മാർക്സിൻ്റെ ചിന്തകൾ മൗലികമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡിറ്റർമിനിസം എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അതായത് നിശ്ചയവാദമാണ്. ചരിത്രം എന്ന് പറയുന്ന ഒരു നിശ്ചിതമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം പ്രിമിറ്റീവ് കമ്മ്യൂണിസം വന്നു, പിന്നെ സ്ലേവറി വന്നു, ഫ്യൂഡലിസം വന്നു. അത് കഴിഞ്ഞാൽ അത് നേരെ ക്യാപിറ്റലിസത്തിലേക്ക് പോകും. ക്യാപിറ്റലിസം കഴിഞ്ഞാൽ നിശ്ചയമായും അത് സോഷ്യലിസത്തിലേക്ക് പോകും. സോഷ്യലിസം കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അത് കമ്മ്യൂണിസത്തിലേക്ക് പോകും എന്നാണ് കാറൽ മാർക്സ് പറഞ്ഞു വെച്ചത്. പക്ഷേ ഈ ഒരു ചരിത്രപരമായിട്ടുള്ള ആ മാറ്റം യൂറോപ്യൻ ചരിത്രത്തിന് അപ്പുറം പോയിട്ടില്ല. യൂറോപ്യൻ ചരിത്രത്തിൽ പോലും ക്യാപിറ്റലിസം അടുത്ത സ്റ്റേജിലേക്ക് കടന്നിട്ടില്ല. അത് കടന്നു പോകാൻ ക്യാപിറ്റലിസമായിട്ട് ബന്ധമില്ലാത്ത ചില രാജ്യങ്ങളിലാണ് സോഷ്യലിസ്റ്റ് സമൂഹവും കമ്മ്യൂണിസ്റ്റ് സമൂഹവും ഒക്കെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഹിസ്റ്റോറിക്കൽ ഡിറ്റർമിനിസം പോലും പിന്നീട് വന്ന ലോകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മറ്റൊന്നുള്ളത് സാമ്രാജ്യത്വവാദമാണ്. കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തകരാറായിട്ട് ചൂണ്ടിക്കാണിച്ചത് അതിൻ്റെ ഒരു സാമ്രാജ്യത്വവാദമാണ്. സ്റ്റാലിൻ്റെ കാലത്ത് മോസ്കോ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ലോക കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യം വിഭാവന ചെയ്തിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും അവസാന വാക്കായിട്ട് മോസ്കോയിൽ നിന്ന് കിട്ടണം എന്ന് പറഞ്ഞു. പിന്നീട് ചൈനീസ് കമ്മ്യൂണിസം വന്ന സമയത്ത് ചൈനയിലെ മാവോവിൻ്റെ നേതൃത്വത്തിൽ ഒന്നുകൂടി അന്ന് പീക്കിംഗ് എന്ന് പറയുന്ന ചൈനയുടെ പ്രധാന കേന്ദ്രം, അവിടേക്ക് കമ്മ്യൂണിസ്റ്റ് രണ്ടാമതൊരു കേന്ദ്രം വന്നു. അങ്ങനെ ഒരു 2 കേന്ദ്രങ്ങളായിട്ട് മാറി. പിന്നീട് വേറെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ വന്നതോടുകൂടി ആ രാജ്യങ്ങളിലൊക്കെ പലതരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങൾ ഉണ്ടായി മാറി. അങ്ങനെ ഓരോ കമ്മ്യൂണിസ്റ്റ് രാജ്യവും സ്വന്തമായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഒരു സാമ്രാജ്യത്വവാദം അത് ലോകം മുഴുവൻ കമ്മ്യൂണിസത്തിൻ്റെ ഭാഗമായിട്ട് മാറി. ഇതാണ് അങ്ങനെ അവസാനം കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ ഓരോ തവണ സാമ്രാജ്യത്വം കൊണ്ടുവരാൻ പലരും ശ്രമിക്കുമ്പോഴും മറ്റേ കമ്മ്യൂണിസ്റ്റുകൾ ഇയാളെ തിരുത്തൽവാദി എന്ന് പറയും. ഇതാണ് അങ്ങനെ പരസ്പരം എല്ലാ ആൾക്കാരും പരസ്പരം തിരുത്തൽവാദി എന്ന് പറഞ്ഞു. ഭാരതത്തിൽ പോലും ഓരോ കമ്മ്യൂണിസ്റ്റുകാരും EMS ഡാങ്കയെ തിരുത്തൽവാദി എന്ന് പറഞ്ഞു, ഡാങ്കെ EMSനെ തിരുത്തൽവാദി എന്ന് പറഞ്ഞു. 2 പേരെയും ചാരു മജുംദാർ എന്ന് പറഞ്ഞ നക്സൽ നേതാവ് അദ്ദേഹം തിരുത്തൽവാദി എന്ന് പറഞ്ഞു. അങ്ങനെ പരസ്പരം തിരുത്തൽവാദികളെന്ന് പറയുന്ന സ്ഥിതിവിശേഷം. അങ്ങനെ ദത്തോപൻ തേങ്കടിജിയെ കുറിച്ച് പറയുന്നത് എല്ലാ ആൾക്കാരും പരസ്പരം ഈ തിരുത്തൽവാദി എന്ന് പറഞ്ഞ ഡീവിയേഷനിസ്റ്റ് എന്നുള്ള സർട്ടിഫിക്കറ്റ് അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ പരസ്പരം കൊടുത്ത്
അവസാനം കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഡീവിയേഷനിസം തന്നെയായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ മറ്റൊന്നുള്ളത് ഈ സെമറ്റിക് സംസ്കാരത്തിൻ്റെ സവിശേഷത, അതെപ്പോഴും ഒന്ന് മറ്റൊന്ന് ഒരു സിസ്റ്റം വന്നാൽ മറ്റുള്ള എല്ലാ സിസ്റ്റവുമായിട്ട് അത് ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ്. അവിടെ രാഷ്ട്രം എന്നുള്ള സങ്കല്പം, ആ രാഷ്ട്രവാദം എന്ന് പറയുന്നാൽ അന്താരാഷ്ട്രവാദമായിട്ട് ഏറ്റുമുട്ടുന്നു. അതുപോലെ ആരെങ്കിലും അന്താരാഷ്ട്ര തലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അയാൾ ആദ്യമായിട്ട് ചെന്ന് ഏറ്റുമുട്ടുന്നത് അവിടുത്തെ രാഷ്ട്രവാദവുമായിട്ടാണ്. അതുകൊണ്ട് കമ്മ്യൂണിസം ഒരു ഇൻ്റർനാഷണൽ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്നുള്ള ആ സങ്കല്പത്തിൽ മുന്നോട്ട് വച്ച സമയത്ത് അതിനാദ്യം ഏറ്റുമുട്ടേണ്ടി വന്നത് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ രാഷ്ട്രസങ്കല്പവുമായിട്ടാണ്. അങ്ങനെ ഏറ്റുമുട്ടേണ്ടി വന്നു. അപ്പോൾ രാഷ്ട്രം പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ അവർ ഏറ്റുമുട്ടിയത്. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് പോലും പിന്നീട് ആ രാഷ്ട്രവാദത്തിൻ്റെ പിടിയിലേക്ക് കമ്മ്യൂണിസം മുഴുവൻ പോകുന്നത് നമ്മൾ കണ്ടു. എല്ലാ രാജ്യങ്ങളും നിർണായക ഘട്ടം വന്ന സമയത്ത് അവരവരുടെ രാഷ്ട്രസങ്കല്പം, ദേശീയ വികാരം അത് പ്രകടിപ്പിക്കുന്നത് കണ്ടു. ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഈ രാഷ്ട്രവാദത്തിനെതിരെ ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിച്ചു. ഇപ്പോൾ ഫ്രാൻസിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരിൻ്റെ നയത്തിന് വിരുദ്ധമായിട്ട് ഹിറ്റ്ലറെ സഹായിക്കാൻ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു. കാരണം സ്റ്റാലിൻ്റെ നിർദ്ദേശമാണ്. ഹിറ്റ്ലറും സ്റ്റാലിനും കൂട്ടുകൂടിയപ്പോൾ ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി PC ജോഷിയുടെ നേതൃത്വം, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പൂർണ്ണമായിട്ട് ഹിറ്റ്ലറെ സപ്പോർട്ട് ചെയ്യാനും ശ്രമിച്ചു. അപ്പോൾ പല സ്ഥലങ്ങളിലും നടന്നു. പക്ഷേ ഭാരതത്തിലും ഫ്രാൻസിലൊക്കെ ഇതൊക്കെ സംഭവിച്ചെങ്കിലും പൊതുവേ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ നിർണായക ഘട്ടം വന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവരുടെ ദേശീയ വികാരം പ്രകടിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഉദാഹരണത്തിന് ഹിറ്റ്ലർ സ്റ്റാലിനുമായി കൂട്ടുകൂടുകയും ഒരു പ്രത്യേക സമയത്ത് അവിചാരിതമായി പെട്ടെന്ന് വിചാരിക്കാതെ ഹിറ്റ്ലർ സ്റ്റാലിനെതിരെ തിരിഞ്ഞു. അങ്ങനെ റഷ്യ ആക്രമിച്ചു. ആ റഷ്യ ആക്രമിച്ച് ജർമ്മൻ സേന ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ അങ്ങനെ വന്ന് മോസ്കോ വരെ എത്താറായ സമയത്ത് അന്ന് അതിനെ പ്രതിരോധിക്കാനായിട്ട് സ്റ്റാലിൻ ഉപയോഗിച്ച ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആശയം റഷ്യൻ ഫാദർലാൻഡ് എന്നുള്ള വികാരം ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്. അതുവരെ റഷ്യയിൽ പാടിയിരുന്ന ഒരു ഇൻ്റർനാഷണൽ ദേശീയ ഗാനത്തിന് പകരം ഇൻ്റർനാഷണൽ ഗാനമായിരുന്നു, അന്തർദേശീയ ഗാനമായിരുന്നു അവിടെ പാടിയിരുന്നത്. ഫ്രഞ്ച് ഭാഷയിൽ, റഷ്യൻ ഭാഷയിലും കൂടിയല്ല, ഫ്രഞ്ച് ഭാഷയിലുള്ള ഒരു ഗാനമാണ് അന്തർദേശീയ ഗാനമായിട്ട് റഷ്യയിൽ പാടിയിരുന്നത്. അത് ആ ഹിറ്റ്ലറുടെ ആക്രമണ സമയത്ത് ഏതാണ്ട് ആ കാലഘട്ടത്തിൽ അത് വേണ്ടെന്ന് വെച്ചു. റഷ്യയിൽ തന്നെയുള്ള അവിടുത്തെ ഫാദർലാൻഡിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പുതിയൊരു ദേശീയ ഗാനം ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ അന്തർദേശീയതയെ പോലും നിർണായക ഘട്ടത്തിൽ നിഷേധിക്കേണ്ടി വന്നു ഇവർക്ക്. ദത്തോവൻജി റഷ്യയിൽ പോയ സമയത്ത് അവിടെ ഒരു ഈ യുദ്ധത്തിൽ മരണമടഞ്ഞ പട്ടാളക്കാരുടെ ശവകുടീരം കണ്ടു. അവിടെ ഒരു സ്ത്രീയുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, ഇത് റഷ്യയിലെ മാതൃഭൂമിയുടെ പ്രതിമയാണ്, അവിടുത്തെ മദർലാൻഡിൻ്റെ പ്രതിമയാണ് ആ വെച്ചിട്ടുള്ളത്. ഒരു പുഷ്പവുമായിട്ട് നിൽക്കുന്ന, ഒരു ബൊക്കയുമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ പ്രതിമ, അത് അവിടുത്തെ മദർലാൻഡാണ്. അവിടെ വീരചടമ അടഞ്ഞ പട്ടാളക്കാർക്ക് പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ടുള്ള ആ പ്രതിമ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മദർലാൻഡ് എന്നുള്ള സങ്കല്പം പോലും കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ അങ്ങനെ ഉണ്ടായി. ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല പീറ്റർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞുള്ള കാതറിൻ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിന് മുമ്പുള്ള അവിടുത്തെ രാജാക്കന്മാരുടെ പേരുകളൊക്കെ പിന്നീട് അവിടെ വരികയും അത് ആ സമൂഹത്തിൽ ഒരു ആരാധ്യമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് പോവുകയും ചെയ്തു. അതാണ് ദേശീയ എന്നുള്ള സങ്കല്പത്തിന് സംഭവിച്ചത്. മറ്റൊന്ന് ദത്തോവൻജി കമ്മ്യൂണിസത്തിൻ്റെ ചില പോരായ്മകളായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന 5 കാര്യങ്ങൾ, 5 നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ കമ്മ്യൂണിസത്തിനുണ്ട് എന്ന് പറഞ്ഞു. എന്തൊക്കെയാണത്? ഒന്ന്, വിവാഹത്തെ നിഷേധിക്കുക. രണ്ടാമത്, കുടുംബത്തെ നിഷേധിക്കുക. മൂന്നാമത്, മതത്തെ നിഷേധിക്കുക. 4, രാഷ്ട്രത്തെ നിഷേധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ സ്ഥിതിവിശേഷം. 5-മതായിട്ട് സ്വകാര്യ സ്വത്തിനെ നിഷേധിക്കുക. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രത്യയശാസ്ത്രപരമായിട്ട് കാറൽ മാർക്സ് നിഷേധിച്ച കാര്യങ്ങളാണ്. പക്ഷെ പ്രായോഗികമായിട്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ശ്രമം നടത്തിയ സമയത്തൊക്കെ ഇതൊക്കെ തിരിച്ചു കൊണ്ടേണ്ടി വന്നു. കാരണം ഒരു ശക്തമായ സമൂഹത്തിൽ ഇതെല്ലാം ആവശ്യമാണ് എന്നുള്ളൊരു സ്ഥിതിവിശേഷം വന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ വ്യത്യസ്തതകൾ എന്താണ്, ഇതിന് പകരം എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില ആശയങ്ങൾ
ദത്തോപൻ തേങ്കടിജി ഈ കമ്മ്യൂണിസത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വെച്ചു. അദ്ദേഹം പറഞ്ഞു ഡയലക്റ്റിക്സ് എന്ന് പറഞ്ഞ ആശയം, വൈരുദ്ധ്യാത്മിക സങ്കല്പം, ഒന്ന് മറ്റൊന്നിന് എതിരാണെന്നുള്ള സങ്കല്പമാണ്. ഇത് ഭാരതീയ ചിന്തയ്ക്ക് അങ്ങേറ്റം എതിരാണ്. ഭാരതീയ ചിന്തയിൽ പറയുന്നത് എന്താ, എല്ലാം ഒരൊറ്റ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ വികാസം പോലും ഒരു അൺഫോൾഡ്മെൻറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ള പറയും, ഒരു പ്രോഗ്രസീവ് അൺഫോൾഡ്മെൻറ്റ് എന്നുള്ളതാണ്. വളരെ ഒരു ബോധത്തിൻ്റെ ഒരു തരത്തിലുള്ള ആവിഷ്കാരമാണ്. അതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഉയർന്നു വരുന്നതാണ് നമ്മുടെ കാണുന്ന എല്ലാ ഘട്ടങ്ങളും. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്കൊരു അഹമുണ്ട്. ആ അഹം എന്ന് പറഞ്ഞാൽ ആ കുട്ടി എപ്പോഴും ഏത് നേരത്തും സ്വയം തന്നെക്കുറിച്ചാണ് ചിന്തിക്കുക. അപ്പോൾ അമ്മയും അച്ഛനും എല്ലാ ആൾക്കാരും ചുറ്റുമുള്ള ആൾക്കാരൊക്കെ എന്നെ സേവിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ചിന്തയാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടി വളർന്ന് ഒരു സംസാരിച്ചു തുടങ്ങി ഇതാക്കുന്ന സമയത്ത് അത് ആ മാതാവുമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും, അച്ഛനുമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും, പിന്നെ സഹോദരന്മാരായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും, പിന്നെ അങ്ങനെ പോയി ആ കുടുംബമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. പിന്നീട് ആ കുട്ടിയുടെ ബോധം അല്ലെങ്കിൽ അഹം അതിങ്ങനെ വളരുന്നതനുസരിച്ച് ചുറ്റുപാടുകളുമായിട്ട് സംയോജിച്ച് ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പിലൂടെ ആണ് അത് വളരുന്നത്. ഇതാണ് ഭാരതീയ ചിന്തയുടെ ഒരു പ്രോഗ്രസീവ് അൺഫോൾഡ്മെൻറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അത് പിന്നീട് സമൂഹത്തിലേക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യും, പിന്നെ രാഷ്ട്രതലത്തിലേക്ക് മാറും, പിന്നീട് ഹ്യൂമാനിറ്റിയുടെ തലത്തിലേക്ക് അത് വളരും. അപ്പോൾ ഈ ഘട്ടങ്ങളൊന്നും തന്നെ മറ്റൊന്നിനോട് ഏറ്റുമുട്ടുന്നില്ല. കുടുംബത്തിൽ നിന്ന് അയാളുടെ സമൂഹത്തിലേക്ക് അയാളുടെ കോൺഷ്യസ്നസ് അത് വളരുമ്പോൾ കുടുംബവും സമൂഹമായിട്ട് ഏറ്റുമുട്ടണമെന്ന് പറയാൻ പറ്റില്ല. ഒന്നിൽ നിന്നുള്ള മറ്റൊന്നിലേക്ക് ഒരു പരിണാമം മാത്രമാണ്. അത് രാഷ്ട്രത്തിലേക്ക് വളരുമ്പോൾ കുടുംബവും രാഷ്ട്രവും തമ്മിൽ ഏറ്റുമുട്ടേണ്ട ആവശ്യമില്ല. അത് പിന്നീട് ലോകത്ത് മുഴുവനുള്ള മനുഷ്യ സമൂഹത്തെ മുഴുവൻ ഉൾക്കൊള്ളുമ്പോൾ രാഷ്ട്രവും അന്തർദേശീയവും തമ്മിൽ ഏറ്റുമുട്ടേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ദത്തോപൻജി പറയുന്നു, സ്വദേശോ ഭുവനത്രയം, മുഴുവൻ പ്രപഞ്ചവും അതെൻ്റെ സ്വദേശമാണെന്നുള്ള സങ്കല്പത്തിലെത്തുന്നു. അപ്പോൾ അത് കഴിഞ്ഞു പോയ ആ സ്റ്റേജസുമായിട്ട് ഏറ്റുമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരൊറ്റ ഒരു ഹോൾ, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ എന്നുള്ള സങ്കല്പത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു ഏറ്റുമുട്ടലോ ഒരു വൈരുദ്ധ്യത്തിൻ്റെയോ അല്ലെങ്കിൽ സംഘർഷത്തിൻ്റെയോ ഒരു ആവശ്യകത അവിടെ വരുന്നില്ല. അപ്പോൾ ഇതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം 2-3 ഉദാഹരണങ്ങൾ പറയും. ഒന്ന് നേരത്തെ പറഞ്ഞ കുട്ടിയുടെ വളർച്ചയെക്കുറിച്ച്, മറ്റൊന്ന് ഒരു വിത്ത്, അത് മരമാകുന്ന ആ വളർച്ച. വിത്ത് അങ്ങനെ വളർന്ന് അതിൽ ചെടിയായി, ചെടി വളർന്ന് മരമായി, മരം വളർന്ന് അതിൽ പൂവിൽ നിന്നുണ്ടാവുന്നു, പിന്നെ ആ പൂവിൽ നിന്ന് വീണ്ടും ഉണ്ടാവുന്നു. ഈ ഒരു പ്രക്രിയ ഇതൊക്കെ കാണിച്ചുകൊണ്ട്, ഈ മാതൃകകൾ കാണിച്ചുകൊണ്ട് ഇതെങ്ങനെയാണ് ഈ ബോധമണ്ഡലത്തിൻ്റെ വികാസം നടക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത് ഈ മതത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ്. മതത്തെ എതിർത്തുകൊണ്ടാണ് കമ്മ്യൂണിസം മതത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ പറഞ്ഞത്. ഇതിന് പ്രധാന കാരണം യൂറോപ്പിൻ്റെ ചരിത്രത്തിലെ സവിശേഷത തന്നെയാണ്. യൂറോപ്യൻ ചരിത്രത്തിൽ ക്രിസ്ത്യൻ സഭ അത് വഹിച്ചിരുന്ന ഒരു നിഷേധാത്മകമായിട്ടുള്ളൊരു നിലപാട്, അത് കാരണം പൊതുവെ ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ മതങ്ങൾക്കെതിരായിരുന്നു. ആ ഒരു പ്രഭാവം കൊണ്ടാണ് കാറൽ മാർക്സും മതത്തെ എതിർത്തുകൊണ്ട്, സഭയെ എതിർത്തുകൊണ്ട്, ക്രിസ്ത്യൻ സഭയെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മുന്നോട്ട് വെച്ചത്. അങ്ങനെ മതം എന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്ന ഒരു കറുപ്പാണ്, റിലീജിയസിന് ഓപ്പിയേറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു കറുപ്പ് എന്നുള്ള സങ്കല്പം വന്നതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്ന രാജ്യങ്ങളിൽ മതത്തെ നിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. ഏതാണ്ട് 1936 സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ റഷ്യയിലെ പള്ളികളൊക്കെ അടച്ചുപൂട്ടി. ക്രിസ്ത്യൻ ചർച്ചൊക്കെ, അവിടുത്തെ ഓർത്തഡോക്സ് ചർച്ചുണ്ട്, അതൊക്കെ അടച്ചുപൂട്ടിയ സമയത്ത് വലിയൊരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നു. എന്ന് മാത്രമല്ല, ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് വീണ്ടും പല സ്ഥലത്തും തുറക്കേണ്ടി വന്നു. ഒടുവിൽ പഴയ സ്ഥിതിയെ പോലെ തന്നെ വീണ്ടും പള്ളികളൊക്കെ തുറന്ന് പ്രവർത്തിച്ചു. അതിൻ്റെ പരിണാമം ഉണ്ടായി. മുൻപുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ പള്ളിയിലെ ഭക്തന്മാരായി പള്ളികളിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അവിടെയും മതത്തിനെതിരായുള്ള നിലപാടിന് അവിടെ നിലനിൽക്കാൻ സാധിച്ചില്ല. എന്ന് മാത്രമല്ല, ഒരു സെമറ്റിക് സംസ്കാരത്തിൻ്റെ സൃഷ്ടിയായ കമ്മ്യൂണിസത്തിന് മതത്തിൻ്റേതായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും കൈവരിക്കുകയുണ്ട്. ഇപ്പോൾ സെമറ്റിക് സംസ്കാരത്തിൽ പല ചിന്തകന്മാരും പറയുന്ന, റസൽ പോലുള്ള ചിന്തകന്മാരൊക്കെ പറയുന്നത് അതിൽ ഏതാണ്ട് 5 മതങ്ങളാണുള്ളത്. ഒന്ന് ആദ്യമായിട്ടുള്ള ജൂതമതം, രണ്ടാമതായിട്ട് ക്രിസ്ത്യൻ മതം,
മൂന്നാമതായിട്ട് ഇസ്ലാം മതം, നാലാമതായിട്ട് ക്യാപിറ്റലിസം, അഞ്ചാമതായിട്ട് കമ്മ്യൂണിസം. ഈ അഞ്ചെണ്ണത്തിനും സമാനമായിട്ടുള്ള സാംസ്കാരിക സവിശേഷതകളാണുള്ളത്. അപ്പോൾ ആ സാംസ്കാരിക കാരണം ആ സംസ്കാരത്തിൻ്റെ ഉത്ഭവിച്ചുകൊണ്ട് അതിൻ്റെ ആശയങ്ങളിലൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളുണ്ട്. വാസ്തവത്തിൽ ക്രിസ്തുവും നബിയുമൊക്കെ ഈ സംസ്കാരത്തെ തള്ളിക്കൊണ്ട് പരിഷ്കരിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ അവരുടെ ആ മതത്തിൻ്റെ ചട്ടക്കൂടുണ്ടായ സമയത്ത് അത് വീണ്ടും ഈ സെമിറ്റിക് സംസ്കാരത്തിൻ്റെ ഭാഗമായി. അങ്ങനെ കമ്മ്യൂണിസത്തിനും അതേ സ്വഭാവം തന്നെ ഉണ്ടായി. അതുകൊണ്ടാണ് മാർക്സിസം എന്ന് പറയുന്ന ആ മതത്തിൻ്റെ പേര്. കാറൽ മാർക്സാണ് അതിൻ്റെ പ്രവാചകൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. ദാസ് ക്യാപിറ്റലാണ് അതിൻ്റെ ബൈബിളിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, അതാണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് എന്നാണ് ബെർട്രാൻഡ് റസ്സൽ ഇതേക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസത്തിൻ്റെ ഒരു മതത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ അവരെ മതത്തെ നിഷേധിക്കുന്നത് അതിൻ്റെ സ്വഭാവം നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിൽ എങ്ങനെയാണോ മതം മറ്റുള്ളവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നത്, അതേപോലെ തന്നെ കമ്മ്യൂണിസം ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന സ്ഥിതിവിശേഷം അവിടെ കണ്ടു. ഇതുകൂടാണ്ട് അൽബേനിയ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമുണ്ട്. ആ അൽബേനിയ എന്നുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യം ഔദ്യോഗികമായിട്ട് നിരീശ്വരവാദമാണ് ഞങ്ങളുടെ മതം, എത്തിസം, അത് ഒഫീഷ്യൽ റിലീജിയനായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അൽബേനിയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് തിയോക്രാറ്റിക് സ്റ്റേറ്റായിട്ട് ലോകത്ത് ഇന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ കമ്മ്യൂണിസം ചെയ്ത ഏറ്റവും വലിയ ബ്ലണ്ടർ കുടുംബത്തെ നിഷേധിക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് അത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വിവാഹത്തെ നിഷേധിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അവിടെ സ്ത്രീ പുരുഷന്മാർ പരസ്പരം പങ്കുവയ്ക്കാം, സ്ത്രീകളെ പങ്കുവയ്ക്കാം പുരുഷന്മാർക്ക് എന്നുള്ളൊരു ആശയവും അതിനകത്ത് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് കമ്മ്യൂണിറ്റി ഓഫ് വിമൻ എന്നാണ് ഈ മാനിഫെസ്റ്റോയിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥിതി, അപ്പോൾ വിവാഹത്തെ നിഷേധിച്ചുകൊണ്ടുള്ളൊരു ഒരു മൊറാലിറ്റി ഇല്ലാത്ത സമൂഹം കെട്ടിപ്പടുക്കണം എന്നുവരെ കമ്മ്യൂണിസം ആ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് കുടുംബം എന്നുള്ള ആശയം അതിന് നിഷേധിച്ചു. കുടുംബം പാടില്ല, അപ്പോൾ അതിനെ കമ്മ്യൂൺ എന്നുള്ള സിസ്റ്റം. അപ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി അച്ഛൻ്റെ അമ്മയുടെ അല്ല, അത് കമ്മ്യൂണിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളത്. അപ്പോൾ റഷ്യ പോലുള്ള രാജ്യത്ത് ഒക്ടോബർ വിപ്ലവം കഴിഞ്ഞ് പുതിയ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ഒരു കുടുംബ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടാക്കി. അതിൻ്റെ ആദ്യത്തെ ഹെഡായിട്ട് അലക്സാണ്ട്ര കൊളൻതായ് എന്ന് പറഞ്ഞുള്ള സ്ത്രീയാണ് വെച്ചത്. അവരുടെ പ്രധാന ജോലി കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ, സോവിയറ്റ് റഷ്യയിൽ മുഴുവൻ കുടുംബങ്ങളും ഇല്ലാതാക്കണം എന്നാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ അതിനുവേണ്ടി അവർ കുറേ ശ്രമിച്ചു. അവസാനം വലിയ എതിർപ്പുകൾ അന്നത്തെ മനഃശാസ്ത്രജ്ഞന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായി. മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, കുടുംബത്തിൻ്റെ ചുറ്റുപാടില്ലാതെ ഒരു കുട്ടി വളർന്നാൽ ആ കുട്ടിക്ക് മനഃശാസ്ത്രപരമായിട്ടുള്ള വൈകല്യങ്ങൾ സംഭവിക്കും, അതുകൊണ്ട് കുടുംബം ഉണ്ടായേ തീരൂ എന്ന് പറഞ്ഞു. അവസാനം ആ കാര്യത്തിൽ ലെനിൻ വ്യത്യസ്ത നിലപാടെടുക്കുകയും ഒടുവിൽ അലക്സാണ്ടർ കൊളൻതായുമായിട്ട് ലെനിൻ ഏറ്റുമുട്ടി അവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ട സ്ഥിതിവിശേഷം വന്നു. വീണ്ടും കുടുംബം എന്നുള്ള ഏർപ്പാട് അവിടെ പുനഃസ്ഥാപിച്ചു. ഇതാണ് റഷ്യയിൽ സംഭവിച്ചത്. ഇത് തന്നെ മറ്റ് പല രാജ്യങ്ങളിലും കുടുംബത്തെ നിഷേധിക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ആ കുടുംബം വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട സ്ഥിതിവിശേഷം വന്നു. മറ്റൊന്ന്, ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി, വർഗരഹിത സമൂഹത്തെ കെട്ടിപ്പടുക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ശ്രമിച്ചു. ഇതേക്കുറിച്ചും ദത്തോപജി വളരെ വിശദമായിട്ട് പറയുന്നു. ഒരു വർഗരഹിതമായിട്ടുള്ള സമൂഹം കെട്ടിപ്പടുക്കണം. ഈ വർഗരഹിതമായിട്ടുള്ള സമൂഹം കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭാരതത്തിലും അതിനെക്കുറിച്ചുള്ള ചിന്തകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ കൃതയുഗ സമൂഹം എന്ന് പറഞ്ഞിട്ട് മഹാഭാരതത്തിലും ഒക്കെ ഭാഗവതത്തിലൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഭീഷ്മാചാര്യരെ വളരെ വിശദമായി തന്നെ ഒരു ആദർശ സമൂഹമായിട്ടുള്ള, അതായത് ഭാരതത്തിൻ്റെ പ്രാചീന ചിന്തകരുടെ മനസ്സിലുള്ള ആദർശ സമൂഹം സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗമാണ്. ആ കൃതയുഗത്തെക്കുറിച്ച് ഭീഷ്മാചാര്യരും ധർമ്മപുത്രരും കൂടെ ചർച്ച ചെയ്യുന്ന ഭാഗത്ത് വളരെ വിശദമായിട്ട് ഇതേക്കുറിച്ച് പറയുന്ന അതിൻ്റെ ഒരു സ്വഭാവം അവിടെ ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി ആയിരുന്നു എന്നാണ്. അപ്പോൾ ക്ലാസ്ലെസ് സൊസൈറ്റി എന്ന് പറയുന്നത് കാറൽ മാർക്സിൻ്റെ ആദ്യത്തെ ചിന്തയല്ല. പക്ഷേ കാറൽ മാർക്സിന് പറ്റിയ അബദ്ധം എന്താ? ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ച സമയത്ത് അദ്ദേഹം സാമൂഹ്യ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയാൽ ഇതുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ വാസ്തവത്തിലൊരു ഒരു ഒരു സാംസ്കാരികമായിട്ടുള്ള മാറ്റം സംഭവിക്കാതെ, മനുഷ്യൻ്റെ മനസ്ഥിതിയിൽ മാറ്റം വരുത്താതെ, മനോഭാവത്തിൽ മാറ്റം വരുത്താതെ
ഈ ക്ലാസ്സുകൾ ഇല്ലാതാക്കുക എന്നുള്ള പ്രക്രിയ അത് എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും പരാജയപ്പെട്ടു. പിന്നീട് യുഗോസ്ലേവിയൻ പ്രീമിയർ ആയിരുന്ന മിലോവൻ ജിലാസ്, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയുണ്ട്, ദ ന്യൂ ക്ലാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞു, പഴയ കാലത്തുള്ള ക്ലാസ്സുകളൊക്കെ മാറി പുതിയൊരു ഭരണവർഗത്തിൻ്റെ പുതിയൊരു ക്ലാസ് ഉണ്ടായി. ഭരിക്കുന്ന ആൾക്കാർ, ഭരണത്തിൽ സ്വാധീനമുള്ള ആൾക്കാർ, അധികാരമുള്ള ആൾക്കാർ, അവർ പുതിയൊരു അപ്പർ ക്ലാസ്സായിട്ട് മാറി, ബാക്കിയുള്ളവരൊക്കെ താഴെയുള്ള ആൾക്കാർ. ഇതുപോലെ തന്നെ റഷ്യയിലെ ശാസ്ത്രജ്ഞന്മാർ, സർക്കാരിനോട് ഒട്ടി നിൽക്കുന്ന ശാസ്ത്രജ്ഞന്മാർ, അവരും പുതിയ ഒരു ക്ലാസ് സ്റ്റാറ്റസ് അവർക്ക് നൽകേണ്ടി വന്നു. അതുകൊണ്ടാണ് റസൽ പോലുള്ള ആൾക്കാർ പറയുന്നത്, അങ്ങനെ ഒരു ക്ലാസ് സ്റ്റാറ്റസ് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് നൽകിയുകൊണ്ട് മാത്രമാണ് റഷ്യയിൽ സ്പുട്നിക് പോലുള്ള അവിടേക്ക് ആകാശത്തേക്ക് അവർക്ക് അയക്കാൻ സാധിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലാസ് എന്നുള്ള പഴയ ക്ലാസ്സുകൾ മാറി പുതിയ ക്ലാസ്സിലേക്ക് മാറി. അതാണ് ഫെർഡിനാൻഡ് ജിലാസിൻ്റെ ദ ന്യൂ ക്ലാസ് എന്നുള്ള പുസ്തകം ചർച്ച ചെയ്യുന്ന വിഷയം. അപ്പോൾ വർഗരഹിത സമൂഹം ഉണ്ടാക്കുക എന്നുള്ളതും കമ്മ്യൂണിസത്തിന് സാധിച്ചില്ല. പിന്നെ മറ്റൊന്നുള്ളത് കമ്മ്യൂണിസത്തിലെ വളരെ വിശദാംശങ്ങൾ ഓരോന്നും അദ്ദേഹം ചർച്ച ചെയ്ത് അത് ഭാരതത്തിന് അനുയോജ്യമാണോ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിസത്തിൻ്റെ ഒരു സ്വഭാവമാണ് എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളെയും നാഷണലൈസ് ചെയ്യുക എന്നുള്ളത്, ദേശസാൽക്കരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാത്തിനും പരിഹാരമായിട്ട് ഭാരതത്തിലും ദേശസാൽക്കരണം വേണം, നാഷണലൈസേഷൻ വേണം, പ്രൈവറ്റൈസേഷൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ദത്തോപന്ത്ജിയോട് ആളോട് ചോദിച്ച സമയം അദ്ദേഹം വളരെ രസകരമായിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞത്, ചൈനയിൽ ഇന്നുള്ള പരിഷ്കാരങ്ങളൊക്കെ 78 ആരംഭിച്ച സമയത്ത് അതിന് നേതൃത്വം നൽകിയ ഡെങ് സിയാവോപിങ് ഉണ്ട്. അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, ചൈന നാഷണലൈസേഷനെ കുറിച്ചാണോ പ്രൈവറ്റൈസേഷനെ കുറിച്ചാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, പൂച്ച വെളുത്തതോ കറുത്തതോ എന്നല്ല, അത് എലിയെ പിടിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതാണ് രാജ്യത്തിന് ഉപകാരമാകുന്ന ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് അതാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദത്തോപന്ത് ഠേംഗഡിജി ആ സ്വകാര്യവൽക്കരണം വേണോ അല്ലെങ്കിൽ ദേശസാൽക്കരണം വേണോ എന്നുള്ളതിനുള്ള മറുപടി ഈ ഡെങ് സിയാവോപിങ്ങിൻ്റെ ഈ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വിശദീകരിച്ചത്. അപ്പോൾ ആ ദേശസാൽക്കരണത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഉടമസ്ഥതയാകാം, അത് ഇന്ന പാറ്റേൺ മാത്രമേ പാടുള്ളൂ എന്ന് നമുക്ക് നിഷ്കർഷിക്കാൻ സാധ്യമല്ല. അനുകൂലമായുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് അതാകാം. ആകെയുള്ളത് ഒരെണ്ണം മറ്റൊന്നിലേക്ക് മാറുന്നത് അത് വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് വളരെ നിർബന്ധമായിട്ടുള്ള സാഹചര്യത്തിൽ മാത്രമേ പാടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്ന്, ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചർച്ച ചെയ്യുന്ന വലിയൊരു വിഷയമാണ് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ കമ്മ്യൂണിസത്തിന് എത്രത്തോളം ഇടപെടാമെന്നുള്ളത്. ലോകത്താദ്യമായിട്ട് പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലാണ്, ലോകത്താദ്യമായിട്ട്. അപ്പോൾ അങ്ങനെ പാർലമെൻ്ററി സിസ്റ്റം എന്തുകൊണ്ട് അവർ സ്വീകരിച്ചു? അതിന് കാരണം സ്വാതന്ത്ര്യം കിട്ടുന്ന ആ കാലഘട്ടത്തിൽ തെലുങ്കാനയിലൊരു ഒരു ഒരു ആംഡ് റെബല്യൻ നടക്കുകയുണ്ടായി. റവല്യൂഷൻ എന്നാണ് പറയുന്നത്. ആ റവല്യൂഷൻ അമ്പെ പരാജയപ്പെട്ടു. ആ പരാജയത്തിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ച സമയത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനമെടുത്തത്, ഇനിയൊരു ആംഡ് റവല്യൂഷനോടുകൂടി കൊണ്ടൊന്നും ഈ ഭാരതത്തിൽ ഭരണം പിടിച്ചെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പാർലമെൻ്ററി ഡെമോക്രസിയിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിന് മുന്നോട്ട് പോകാൻ എന്നുള്ള തീരുമാനമെടുത്തിട്ടാണ് ഇവർ ഈ പാർലമെൻ്ററി ഡെമോക്രസിയിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്തിന് അതിനോട് യോജിക്കാതെയാണ് ചാരു മജുംദാർ പോലുള്ള ആൾക്കാർ വീണ്ടും നക്സൽ ആംഡ് റവല്യൂഷനുമായിട്ട് മുന്നോട്ട് പോവുകയും നക്സലിസം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഇതിനെക്കുറിച്ച് അന്നൊക്കെ ഭാരതത്തിൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയും അവരുടെ നീക്കങ്ങളുടെയും സ്ട്രാറ്റജിയെ സംബന്ധിച്ചൊക്കെ വിദേശത്തു നിന്നാണ് നിർദ്ദേശങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ മാവ് പറഞ്ഞു, ഈ തെലുങ്കാനയിൽ നടത്തിയ നിങ്ങളുടെ ആംഡ് റവല്യൂഷൻ അത് തെറ്റായിപ്പോയി. കാരണം അത് ഒരു മിലിറ്ററി സയൻസ് അനുസരിച്ച് ഒരു സ്ട്രാറ്റജിക്കല്ല. ചൈനയിൽ എങ്ങനെയാണ് റവല്യൂഷൻ ആരംഭിച്ചത്? റഷ്യൻ ബോർഡറിനോട് തൊട്ടടുത്ത് കിടക്കുന്ന യനാൻ എന്നൊരു സംസ്ഥാനമുണ്ട്, പ്രോവിൻസ്. ആ യനാൻ എന്ന് പറഞ്ഞ പ്രോവിൻസിൽ നിന്നാണ് അവിടെ തുടങ്ങുന്നത്. അപ്പോൾ അതിനെതിരെ ആരെങ്കിലും എതിർക്കുകയോ തോൽപ്പിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ റഷ്യയുടെ സഹായം കിട്ടും. അപ്പോൾ ആ ഒരു ഭയമുള്ളത് കൊണ്ട് അതിന് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചു. അപ്പോൾ തെലുങ്കാനയിൽ നിന്ന് രാജ്യത്തിൻ്റെ നടുവിൽ നിന്ന് ഇങ്ങനൊരു സാധനം തുടങ്ങിയത് തെറ്റായിപ്പോയി. പിന്നെ മറ്റൊന്ന്,
മാവോ നൽകിയുള്ള ഉദ്ദേശം ഗ്രാമങ്ങളിൽ നിന്നാണ് ഈ വിപ്ലവം ആരംഭിക്കേണ്ടത്, നഗരങ്ങളിൽ നിന്നല്ല. അതിനാണ് കൂടുതൽ ശക്തി ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത് ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനാണ് മറുപടിയായിട്ടാണ് ദത്തോമൻ തേങ്കിടിജി പറഞ്ഞത്, അവിടെ ചൈനയുടെ സാഹചര്യത്തിൽ വളരെ എളുപ്പമാണ്. അവർക്കൊരു കേന്ദ്രീകൃതമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഭരണകൂടം വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഒറ്റപ്പെട്ട നാട്ട് രാജ്യങ്ങൾ പോലെ നാട്ടുപ്രമാണിമാർ, വാർലോഡ്സ് എന്നാണ് പറയുക, അവരായിരുന്നുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരായിട്ട് തോൽപ്പിച്ച് മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമായിരുന്നു. ഭാരതത്തിൻ്റെ സ്ഥിതി അതല്ല. ഇവിടെ ഒരു നോൺ പൊളിറ്റിക്കലായിട്ടുള്ളൊരു മിലിറ്ററി ഉണ്ട്, അങ്ങനെയുള്ള നോൺ പൊളിറ്റിക്കലായിട്ടുള്ളൊരു പോലീസുണ്ട്, നോൺ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഭരണ വ്യവസ്ഥയുണ്ട്. അതുള്ളിടത്തോളം കാലം ഈ രാജ്യത്ത് ഒരു സമരത്തിനും ഒരു വിപ്ലവത്തിനും നമ്മുടെ അധികാരം പിടിച്ചടക്കാൻ സാധ്യമല്ല എന്നാണ് ദത്തോമൻ തേങ്കിടിജി അതിനെക്കുറിച്ച് പറഞ്ഞത്. യൂണിവേഴ്സ് ഇൻ വേദാന്ത എന്ന് പറഞ്ഞിട്ട് ഡാങ്ക് ഒരു പുസ്തകം എഴുതി, യൂണിവേഴ്സ് ഇൻ വേദ. അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസത്തിൻ്റെ ആശയങ്ങൾ വേദാന്തത്തിലുണ്ട്. പ്രത്യേകിച്ച് നാസദീയ സൂക്തം എന്ന് പറഞ്ഞ വൈദിക സൂക്തത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് നമുക്ക് ഭാരതത്തിന് അനുയോജ്യമായിട്ടുള്ള ആശയമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിൽ ഡയലക്റ്റിക്സും എല്ലാം പറയുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരതത്തിലെ CPIക്ക് അത് യോജിക്കാൻ സാധിച്ചില്ല. അവരവസാനം മീറ്റിംഗ് കൂടുകയും ഇദ്ദേഹത്തിൻ്റെ തന്നെ അധ്യക്ഷതയിൽ ഈ മീറ്റിംഗ് കൂടി അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുകയും ചെയ്തു. ഏതാണ്ട് 70കളിൽ EMS കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രഭാഷണത്തിൽ വന്നു. അദ്ദേഹത്തിന് നൽകിയ വിഷയം എന്തുകൊണ്ടാണ് ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേര് പിടിക്കാത്തത്, ഇതാണ് ആ വിഷയം. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ്. അതിൽ VMS ചൂണ്ടിക്കാണിച്ച വസ്തുത ഭാരതത്തിൻ്റെ സാംസ്കാരിക സവിശേഷതകളെ അംഗീകരിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടു. പ്രത്യേകിച്ച് സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധി ഇതുപോലുള്ള ആചാര്യന്മാരെ തിരിച്ചറിയുന്നതിലും അവർക്ക് ജനങ്ങളിലുള്ള സ്വാധീനം അത് തിരിച്ചറിയുന്നതിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെടുത്തു. മറ്റെല്ലാ രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ സമൂർത്തമായിട്ടുള്ള സാഹചര്യങ്ങളെ തിരിച്ചറിയുകയും അത് ഉപയോഗപ്പെടുത്തി അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തതാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത്. റഷ്യയിൽ ലെനിൻ ഒരു റഷ്യൻ കമ്മ്യൂണിസമാണ് ഉണ്ടാക്കിയത്. ചൈനയിൽ മാവോ ഒരു ചൈനീസ് കമ്മ്യൂണിസം ഉണ്ടാക്കി. വിയറ്റ്നാമിൽ ഹോച്ചിമിൻ അവിടത്തേതായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി. അങ്ങനെ ഓരോ രാജ്യത്തും നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന സമയത്തൊക്കെ ആ രാജ്യത്തിൻ്റെ സാംസ്കാരിക സവിശേഷതകളിലും അവിടുത്തെ സമൂർത്ത സാഹചര്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെടുത്തതാണ് ആ വിജയത്തിന് കാരണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു സംഗതി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചില്ല. അവർ എല്ലാ കാലത്തും റഷ്യയും ചൈനയൊക്കെ നോക്കിക്കൊണ്ടുകൊണ്ട് അവിടെ നിന്ന് അതേപോലെ തന്നെ അടർത്തിയെടുക്കാനായിട്ടാണ് അവർ ശ്രമിച്ചത് എന്നുള്ളതാണ്. മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന സ്വകാര്യ സ്വത്തിനുള്ള നിഷേധമാണ്. ഈ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത് ആദ്യമായിട്ട് പ്ലേറ്റോ ആണ് സ്വകാര്യ സ്വത്തിനെ കുറിച്ച് പറയുന്നത്, കാർൽ മാർക്സ് അല്ല. പക്ഷെ അതിനേക്കാളൊക്കെ വളരെ മുമ്പ് തന്നെ ഈ സ്വകാര്യ സ്വത്തിനെ നിഷേധിച്ചുകൊണ്ടുള്ള ആശയങ്ങൾ ഭാരതത്തിലുണ്ടായിരുന്നു. ഭീഷ്മാചാര്യരോട് ധർമ്മപുത്രർ ചോദിക്കുന്നുണ്ട് സ്വകാര്യത്തിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഒരു ചാൺ വയറിന് വേണ്ടി നമ്മൾ സമ്പാദിക്കുന്നത് അത്രയും സമ്പാദിക്കാനുള്ള അവകാശമേ ഒരു വ്യക്തിക്കുള്ളൂ. അതിലപ്പുറം നിങ്ങൾ എന്ത് സമ്പാദിച്ചാലും അത് ഒരു മോഷണമാണ് എന്നുള്ള ആശയം. ഇപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് തെഫ്റ്റ് എന്നുള്ള ആശയം ആദ്യമായിട്ട് ലോകത്ത് അവതരിപ്പിക്കുന്നത് ഭീഷ്മാചാര്യരാണ്. കൃതയുഗ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞു. അന്ന് സ്വകാര്യ സ്വത്തില്ലാത്തൊരു സമൂഹമായിരുന്നു. പിന്നീട് എപ്പോഴാണ് സ്വകാര്യ സ്വത്ത് വന്നത്? എൻ്റേത് എന്നുള്ള ഒരു ഭാവം ജനങ്ങളുടെ മനസ്സിൽ വന്നതോടുകൂടി എൻ്റേതായിട്ട് കുറച്ചുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വന്നു. അങ്ങനെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വകാര്യ സ്വത്ത് ലോകത്ത് ഇവോൾവ് ചെയ്ത് വന്നത് എന്നാണ് ഭീഷ്മാചാര്യർ പറയുന്നത്. ഈ മഹാഭാരതത്തിലെ ശാന്തിപർവം നമ്മൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഭാരതത്തിൻ്റെ ഒരു ആശയപരമായിട്ടുള്ള ആ ഒരു ആദർശ സാമൂഹിക വ്യവസ്ഥയുടെ അടിസ്ഥാനം നമുക്കതിൽ നിന്ന് കിട്ടും. ഇതുപോലെ തന്നെ ഭൗതികവാദത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. ഭൗതികവാദത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു പ്രത്യയശാസ്ത്രത്തെ കെട്ടിപ്പടുത്തോടുകൂടി ഒരു ഇക്കണോമിക് മാൻ എന്നുള്ള രീതിയിൽ ആ മനുഷ്യൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള മറ്റു വശങ്ങളെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് ഒരു വശത്തെ മാത്രം ഉയർത്തിപ്പിടിച്ചതാണ് കാർൽ മാർക്സിന് പറ്റിയ തെറ്റ് എന്ന് ദത്തോമൻജി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സമഗ്ര മാനവൻ എന്നുള്ള ചിന്ത പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സമഗ്ര മാനവൻ അതാണ് ആവശ്യമായിട്ട് വേണ്ടത്. നമ്മൾ ഭാരതീയ ചിന്ത ഒരിക്കലും ഭൗതികവാദത്തെ തള്ളിപ്പറയുന്നില്ല. ഭൗതികവാദവും ആവശ്യമാണ് എന്നുള്ളതാണ്.
അപ്പോൾ ഭാരതീയ മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൻ്റെ 4 കാര്യങ്ങളുണ്ട്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇത് 4ഉം ഒരുപോലെ ഒരു മനുഷ്യന് ആവശ്യമാണ്. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും ഈ 4ഉം ആവശ്യമാണ്. അതുകൊണ്ട് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്നുള്ളത് ഒരു മനുഷ്യന് ജീവിതത്തിൽ നേടേണ്ട കാര്യങ്ങൾ ഈ 4ഉം ഒരുപോലെ ആവശ്യമാണ്. ഏതെങ്കിലും ഒന്നിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ ഏതാണ് നമ്മളെ പ്രേരണ നൽകുന്നത് എന്നുള്ളതിലാണ് പാശ്ചാത്യ ലോകത്ത് പ്രശ്നം വന്നത്. കാർൽ മാർക്സ് വന്ന് നമ്മുടെ മോട്ടിവേഷൻ മുഴുവൻ ഇക്കണോമിക്സാണ്, ആർത്ഥികമായിട്ടുള്ള ചിന്തകളാണ് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഘടകം എന്നത് പറഞ്ഞു. അത് തെറ്റാണ്. ഫ്രോയിഡിനെ പോലുള്ള ആൾക്കാർ കാമമാണ് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് ഫ്രോയിഡിയൻ സൈക്കോളജിയിൽ പറയുന്നുണ്ട്. അതും അവിടെ തെറ്റിപ്പോയി. നമ്മുടെ ഭാരതത്തിൽ പറയുന്നത് ധർമ്മമാണ് നമ്മളെല്ലാം പ്രേരിപ്പിക്കുന്ന ഘടകം. ആ അർത്ഥവും കാമവും രണ്ടും ഈ ധാർമ്മികമായിട്ടുള്ള പ്രേരണയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അന്തിമ ലക്ഷ്യമായിട്ടുള്ള മോക്ഷം അത് നേടിയെടുക്കാൻ സാധിക്കും. ഇതൊരു സ്പിരിച്വൽ ബേസിസ് ഓഫ് നമ്മുടെ ഇതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ദത്തോപന്ത് ഗുരുജി ഈ കാറൽ മാർക്സിൻ്റെ ഭൗതികവാദത്തെ കാണുന്നത്. ഭൗതികവാദം നമ്മൾ വിശ്വസിച്ചിട്ടുള്ള സംഗതിയല്ല. ആദ്യമായിട്ട് ലോകത്ത് തന്നെ ഭൗതികവാദം മുന്നോട്ട് വെച്ചുള്ളത് ബൃഹസ്പതിയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഭൗതികവാദം പറയുന്നത്. പിന്നെ ചർവാകനെ പോലുള്ള ആൾക്കാർ കൊണ്ടുവന്നു. ഒരു കാലഘട്ടത്തിൽ സാധാരണ ജനങ്ങളുടെ മുഴുവൻ ഒരു വിശ്വാസത്തിലേക്ക് ഭൗതികവാദത്തെ കൊണ്ടുപോകുന്നുണ്ട്. ലോകായുധം എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെയൊക്കെ ഉണ്ടായുള്ളൊരു കാലഘട്ടം ഭാരതത്തിലാണ്. അതുകൊണ്ട് ഭാരതത്തിന് അന്യമായിട്ടുള്ള ചിന്തയല്ല ഭൗതികവാദം. പക്ഷേ ഒരു സമഗ്ര മാനവൻ എന്നുള്ള ചിന്തയിലേക്ക് വേണം പോകാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ടായി. ഈ ലോകത്തെ ഏറ്റവും ഉയർന്ന ചിന്തകൾ കാഴ്ചവെച്ചവരൊക്കെ വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ഭരണകൂടത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്. അവരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഭരണകൂടം എന്ന് പറഞ്ഞത് ഒരു ഹയർ സ്റ്റേജിൽ അതില്ലാതാകണം എന്നാണ്. പക്ഷേ അത് ഇല്ലാതാകുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഇപ്പോൾ കമ്മ്യൂണിസത്തിൽ സ്റ്റേറ്റ് വിൽ വിതറവേ, സ്റ്റേറ്റ് കൊഴിഞ്ഞു പോവും ഒരു കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും ഉയർന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു. പക്ഷെ അതെങ്ങനെ പോകും എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു ഒരു 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 ദിശ അത് കാറൽ മാർക്സിന് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചില്ല. ക്യാപിറ്റലിസത്തിലും ഇതുപോലെ തന്നെ സ്റ്റേറ്റ് ഇല്ലാതാകണം എന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ക്യാപിറ്റലിസം ആഗ്രഹിക്കുന്ന എന്താണ്? അവിടെ മാർക്കറ്റാണ് ഏറ്റവും ശക്തമായി നിൽക്കേണ്ടത്. മാർക്കറ്റ് സ്വയം അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വയ്ക്കും. ആ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമായി സ്റ്റേറ്റ് നിലനിൽക്കാൻ പാടില്ല. അതുകൊണ്ട് സ്റ്റേറ്റ് സമൂഹത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവലിഞ്ഞ് മാറി നിൽക്കണം, എല്ലാത്തിനെയും സ്വതന്ത്രമായിട്ട് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ലേസസ് ഫെയറൊക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഇല്ലാതാകണമെന്ന് ക്യാപിറ്റലിസം ആഗ്രഹിക്കുന്നത്. ഇത് തന്നെയാണ് ഭാരതത്തിലും പറയുന്നത്. ഭാരതത്തിൽ ഒരു ആദർശ സമൂഹത്തെക്കുറിച്ച് യുധിഷ്ഠിരൻ ഭീഷ്മാചാര്യരോട് ചോദിക്കുകയാണ്. ഭീഷ്മാചാര്യ ശരശയിൽ കിടക്കുന്ന സമയത്ത് അന്ന് യുധിഷ്ഠിരൻ ഹസ്തിനപുരിയിലെ രാജാവായിട്ട് മാറാൻ പോകുന്ന സമയത്ത് ആ ഭരണക്രമത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഭീഷ്മരോട് ചോദിക്കുകയാണ്, ഒരു ആദർശ സമൂഹത്തിൻ്റെ സ്ഥിതി എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ സമയത്ത് ഒരു ആദർശ സമൂഹത്തിൽ സ്റ്റേറ്റ് പാടില്ല, നിയമങ്ങളും പാടില്ല. അതാണ് ഏറ്റവും ആദർശ സമൂഹം. ന രാജ്യം നൈവ രാജാസിത് ന ദണ്ഡ്യോ നച ദാണ്ഡിക. രാജ്യവും പാടില്ല, ഭരിക്കപ്പെടുന്ന ആളും പാടില്ല. ഭരണകൂടവും പാടില്ല, ഭരിക്കപ്പെടുന്ന ആളും പാടില്ല. നിയമവും പാടില്ല, നിയമത്തിന് വിധേയമായിട്ടുള്ള ആളും പാടില്ല. ഇത് രണ്ടും പാടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ജനങ്ങൾ എങ്ങനെ അവരവരുടെ കാര്യങ്ങൾ ചെയ്യും? എങ്ങനെയാണ് ജനങ്ങൾക്ക് പരസ്പരം രക്ഷ എങ്ങനെ ഉണ്ടാവും? അതിനും ഉള്ള വഴിയും ഭീഷ്മാചാര്യർ പറയുന്നുണ്ട്. ധർമ്മേണൈവ പ്രജാസർവം രക്ഷന്തി സ്മ പരസ്പരം. ധർമ്മം അനുസരിച്ചുകൊണ്ട് ഒരു വാല്യൂ ബേസ്ഡ് സൊസൈറ്റിയിൽ, മൂല്യാധിഷ്ഠിതമായിട്ടൊരു സൊസൈറ്റിയിൽ ആ ധർമ്മത്തിൻ്റെ പരസ്പരം ജനങ്ങളെ രക്ഷിക്കും. രക്ഷന്തി സ്മ പരസ്പരം, ജനങ്ങൾ പരസ്പരം രക്ഷിക്കുമെന്നാണ്. ഇത് കൃതയുഗ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെങ്ങനെ നിയമം ഉണ്ടായി, പിന്നെങ്ങനെ ഭരണകൂടം ഉണ്ടായി, അതും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. നഷ്ടേ ധർമ്മേ മനുഷ്യേഷു വ്യവഹാരം പ്രതിഷ്ഠിത. ഇതാണ് നിയമത്തിൻ്റെ തുടക്കമായിട്ട് അദ്ദേഹം പറയുന്നത്. എപ്പോഴാണ് ധർമ്മം മനുഷ്യന് നഷ്ടപ്പെട്ടത് ആ സമയത്ത് വ്യവഹാരമുണ്ടായി എന്നാണ് പറയുന്നത്. വ്യവഹാരമുണ്ടായതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു കഥ മഹാഭാരതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. ഒരിക്കൽ രണ്ട് ആൾക്കാർ തമ്മിൽ ഒരു വലിയൊരു ലീഗൽ തർക്കവുമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്തെത്തി. എന്താ തർക്കം? ഞാൻ എൻ്റെ അയൽവാസിയുടെ കയ്യിൽ നിന്നൊരു വസ്തു വാങ്ങി. ആ വസ്തു വാങ്ങിയിട്ട് അവിടെ കെട്ടിടം പണിയാൻ വേണ്ടി കുഴി കുതിച്ച സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നിധി കിട്ടി. ആ
അപ്പോൾ ആ നിധി കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വസ്തു മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ, നിധി വാങ്ങിച്ചിട്ടില്ല. ഈ നിധി അതിൻ്റെ പഴയ ഉടമസ്ഥൻ്റെയാണ്. അതുകൊണ്ട് ഞാൻ പഴയ ഉടമസ്ഥൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഈ നിധി നിങ്ങളുടെയാണ്, അത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. പഴയ ഞാനില്ല, ഞാൻ സ്വീകരിക്കില്ല. കാരണം ഞാൻ വസ്തുവിനോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നിങ്ങൾക്ക് തന്നു, അതുകൊണ്ട് എനിക്ക് അതിൽ യാതൊരു അവകാശമില്ല, അതുകൊണ്ട് നിങ്ങളുടെയാണ്. അങ്ങനെ നിങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ടുള്ള തർക്കമാണ്. അതുമായിട്ടാണ് ആദ്യത്തെ നിയമതർക്കമായിട്ട് മഹാഭാരതത്തിൽ വിശേഷിപ്പിക്കുന്നതാണ്. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്തെത്തും. അടുത്ത യുഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണത്. ആ സമയത്ത് ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നാളെ വരും, നാളെ ഇത് മാറിയിട്ട് പുതിയ യുഗത്തിലേക്ക് കടക്കും, അതുകൊണ്ട് നാളെ രാവിലെ വരാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എത്തി. പിറ്റേ ദിവസം വന്നപ്പോൾ തർക്കം നേരെ തിരിച്ചായി. എങ്ങനെ? ഞാൻ കഴിച്ചതിൻ്റെ കൂടെയാണ് ഈ സാധനം വന്നതുകൊണ്ട് എനിക്ക് അവകാശപ്പെട്ടാണെന്ന് ഇയാൾ പറഞ്ഞു. അപ്പോൾ മറ്റേയാൾ പറഞ്ഞു, അല്ല, നിങ്ങൾ ഇന്നലെ പറഞ്ഞാണ് ശരി, നിങ്ങളിത് ഞാൻ സ്ഥലം മാത്രം തന്നിട്ടുള്ളതുകൊണ്ട് ആ നിധി എനിക്ക് തിരിച്ചു തരണം എന്നായി. അങ്ങനെയാണ് തിരിച്ച് മാറിയെന്നാണ്, അങ്ങനെയാണ് ആദ്യത്തെ വ്യവഹാരം ഉണ്ടായത് എന്നൊരു കഥയുണ്ട്. അപ്പം ഇങ്ങനൊരു ഒരു ഒരു മൂല്യാധിഷ്ഠിതമായിട്ടുള്ള സമൂഹത്തിൽ സത്യം, വാക്ക്, ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിൽ, അതിനാണ് ധാർമ്മിക സമൂഹം, ധർമ്മരാജ്യം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ഒരു സമൂഹത്തിൽ നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെയോ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കൃതയുഗ സമൂഹത്തിൽ നിന്ന് മാറുന്ന സമയത്ത് ആ കൃതയുഗ സമൂഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഒരു മാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അവിടെ സ്ത്രീകൾക്കാണ് സ്ത്രീ പ്രാമാണ്യ വ്യവസ്ഥ, സ്ത്രീകൾക്കാണ് പ്രാമാണ്യം. അവിടെ പിതൃസ്ഥിതിക്ക് അവിടെ സാധ്യതയില്ല. അപ്പോൾ അവിടെ നിന്ന് പിന്നീട് ഈ ധർമ്മം നഷ്ടപ്പെട്ട സമയത്താണ് ആ മാട്രിയാർക്കൽ സിസ്റ്റം വീണ്ടും പാട്രിയാർക്കിയിലേക്ക് മാറിയത് എന്നാണ് ആ ശാന്തിപർവ്വത്തിലെ ചർച്ചകൾ. അതുകൊണ്ട് ശാന്തിപർവ്വത്തിൽ ഈ മാറ്റത്തെക്കുറിച്ചുള്ള പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇങ്ങനെ കമ്മ്യൂണിസത്തെ മുഴുവൻ അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് അതിന് പകരം കമ്മ്യൂണിസത്തെ പഠിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കാരണം ഒരു സാമൂഹ്യ മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്ര പരിവർത്തനത്തിൻ്റെ സമ്പൂർണ്ണ പരിവർത്തനത്തിലുള്ള മിക്കവാറും കാര്യങ്ങളെക്കുറിച്ച് മാർക്സും അതിനുശേഷമുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പ്രയോഗത്തിൽ വരുത്തുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ടെസ്റ്റ് ആ സമയത്ത് നടന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഭാരതത്തിൻ്റെ ചിന്തയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ഒരു ഭാരതീയമായിട്ടുള്ള ഒരു 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 പ്രത്യയശാസ്ത്രം എങ്ങനെ രൂപപ്പെടുത്താം എന്നുള്ളത് ദത്തോപഞ്ചി നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തായാലും നമ്മുടെ രാജ്യത്ത് ഇന്ന് ക്യാപിറ്റലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും സ്വാധീനം അതിശക്തമാണ്. അതുകൊണ്ട് ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ളൊരു പോരാട്ടത്തിൻ്റെ ഒരു അന്തിമ ഘട്ടം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ പോരാട്ടത്തിന് നമ്മൾ തയ്യാറെടുക്കണം. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കണം. ആ പഠിച്ചുകൊണ്ട് ആ പോരാട്ടത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് ആശയപരമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ പോരാളികളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഒരു ബദൽ പ്രത്യയശാസ്ത്രം അതിലേക്ക് ചിന്തിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഈ ബദൽ പ്രത്യയശാസ്ത്രം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വിശദാംശങ്ങൾ പറയുന്ന തേർഡ് വേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ തേർഡ് വേ എന്നുള്ള പുസ്തകത്തിൽ വർത്തമാന പരിസ്ഥിതിയിൽ എങ്ങനെയായിരിക്കണം സമൂഹത്തിൻ്റെ പരിവർത്തനം എന്ന് വളരെ വിശദമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആഗോളവൽക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മുതലാളിത്തം ശക്തമാകുകയും ഒരു യൂണിപോളാർ വേൾഡിലേക്ക് ലോകം മാറുകയും ചെയ്ത സമയത്ത് എങ്ങനെയാണ് ഈ നമ്മുടെ ഭാരതീയമായ ചിന്തകൾ ഈ സമൂഹത്തിന് മുമ്പിൽ പ്രയോഗിക്കാൻ സാധിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കമ്മ്യൂണിസത്തിൻ്റെ സവിശേഷത എന്താ? ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം 100 വർഷം പോലും കമ്മ്യൂണിസത്തിന് തികയ്ക്കാൻ സാധിച്ചില്ല. അതിനു മുമ്പ് അത് കൊഴിഞ്ഞുപോയി. ക്യാപിറ്റലിസത്തിൻ്റെ സ്ഥിതി എന്താ? ക്യാപിറ്റലിസം വന്നിട്ട് ഏതാണ്ട് 300 വർഷമായിട്ടുള്ളൂ. അതിനിടയിൽ 30 പ്രതിസന്ധികൾ അതിന് കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ ഓൺ ആൻ ആവറേജ് 10 വർഷത്തിലൊരു പ്രതിസന്ധി വെച്ചിട്ട്. മാത്രമല്ല 2008 ഉണ്ടായിട്ടുള്ള ആഗോള ധനകാര്യ പ്രതിസന്ധി അതിൻ്റെ ഏറ്റവും ശക്തമായിട്ടൊരു ആഘാതമായിരുന്നു. അതോടുകൂടി ആ ക്യാപിറ്റലിസത്തിന് സ്വയം നിലനിൽക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം മിക്കവാറും ക്യാപിറ്റലിസ്റ്റ് ചിന്തകന്മാർക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ മറ്റൊരു മാർഗമല്ല അവരുടെ മുമ്പിൽ. അവരുടെ കൺമുമ്പിൽ മറ്റൊരു ഒരു പ്രത്യയശാസ്ത്രം അവരുടെ മുമ്പിലില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിനെ വീണ്ടും റിപ്പയർ ചെയ്തൊരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ എങ്ങനെയെങ്കിലൊക്കെ റിപ്പയർ ചെയ്ത് വീണ്ടും അതിനെ കൊണ്ടു നടക്കാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലാണ് പാശ്ചാത്യ ചിന്തകന്മാരിപ്പോൾ അതിനെ സമീപിക്കുന്നത്. പക്ഷേ അതിശക്തമായിട്ടുള്ള ഒരു തത്വശാസ്ത്രം, ഒരു ചിന്താ പദ്ധതി നമ്മുടെ ഭാരതത്തിലുണ്ട്. ആ പദ്ധതിക്ക് കഴിഞ്ഞ 5000 വർഷമായിട്ട് കാതലായിട്ടുള്ള മാറ്റമില്ലാതെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് ഭാവി ലോകത്തിൻ്റെ ആകെയുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ അത് ഈ ഭാരതത്തിൻ്റെ ചിന്തകൾക്കാണ്. ആ ചിന്തകളുടെ ഒരു പ്രത്യശാസ്ത്രപരമായിട്ടുള്ള രൂപം അദ്ദേഹത്തിൻ്റെ തേർഡ് വേ എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ആ പുസ്തകം വായിച്ചിരിക്കും, നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. അതുകൊണ്ട് ആ പുസ്തകം വായിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വേണം. ഏതായാലും അദ്ദേഹത്തിൻ്റെ തേർഡ് വേയിൽ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ബദൽ പ്രത്യശാസ്ത്രത്തെക്കുറിച്ച് പറയാൻ അത് തന്നെ മറ്റൊരു വിഷയമാണ്. ഇന്നത്തെ ഈ പരിമിതമായിട്ടുള്ള സമയത്തിൽ അത് സമയമില്ല. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കാർൾ മാർക്സിൻ്റെ എല്ലാ ചിന്തകളെയും അദ്ദേഹം എതിർക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം കാർൾ മാർക്സിനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത സൈദ്ധാന്തികമായിട്ടുള്ള ദൈക്ഷണികമായിട്ടുള്ള സംഭാവനകളെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ എതിർക്കുന്നത്. അത് ഉദാഹരണമായിട്ട് പറഞ്ഞത് ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്രയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധമതമായിട്ട് ആശയപരമായിട്ടുള്ള സംവാദങ്ങൾ നടത്തേണ്ടി വന്നു. ആ സമയത്ത് പോലും ബുദ്ധമതമായിട്ട് ഏറ്റുമുട്ടുന്ന സമയത്ത് ആദ്യം തന്നെ അദ്ദേഹം ഈ യോഗികളുടെ ചക്രവർത്തിയായിട്ടുള്ള ബുദ്ധന് പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ സംവാദം ആരംഭിക്കുന്നത്. ശങ്കരാചാര്യർ ഇതേ തത്വം സ്വീകരിച്ചുകൊണ്ട് കാർൾ മാർക്സിന് യോഗീണാം ചക്രവർത്തി എന്ന് വിശേഷണം നൽകിക്കൊണ്ടാണ് ദത്തോപഞ്ചി കാർൾ മാർക്സിൻ്റെ ആശയങ്ങളെ എതിർക്കുന്നത്. അങ്ങനെ 1960കളിൽ ദീൻദയാൽ ഉപാധ്യായ ഏകാത്മ മാനദർശനം മുന്നോട്ട് വെച്ചു. ആ ഏകാത്മ മാനദർശനത്തിൻ്റെ ഒരു 90കളിലുള്ള ഒരു വർത്തമാന കാലഘട്ടത്തിലെ വ്യാഖ്യാനമാണ് ഈ തേർഡ് വേയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും വായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.